ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്പോർട്സ് ഇഞ്ചുറിക്കുള്ള കീഹോൾ സർജറിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ടി.ജെ. തോമസ് ജേക്കബ് ചേരുന്നു. നമസ്കാരം ഡോക്ടർ. സ്പോർട്സ് ഇഞ്ചുറി പലതരത്തിലാണ്, പലതരം പരിക്കുകൾ ഏൽക്കാം. എന്തെല്ലാമാണ് ഡോക്ടർ പൊതുവെ സംഭവിച്ചേക്കാവുന്ന പരിക്കുകൾ? സ്പോർട്സ് ഇഞ്ചുറി ഇപ്പോൾ വളരെ സർവ്വസാധാരണമാണ്. മുട്ടിനെയാണ്, നീ ജോയിന്റ്, കാൽമുട്ടിനെയാണ് പൊതുവെ ബാധിക്കുന്നത്. ACL പോയി എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. മുട്ടിനകത്ത് പ്രധാനമായിട്ടും രണ്ട് വള്ളികൾ, ACL ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, PCL പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, പിന്നെ രണ്ട് വാഷർ പോലെയുള്ള ചെറിയ നേർത്ത പാട, മെനിസ്കസ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് മുട്ടില് പരിക്ക് പറ്റുന്നത്. പിന്നെ വലിയ ഒരു പരിക്കാണ് തോളിന്റെ പരിക്ക്. അത് സ്പോർട്സിലുള്ളവർക്ക് കുഴ തെറ്റാം. തോള് വളരെയധികം ചലനമുള്ള ഒരു സന്ധിയാണ്, ഇടുപ്പ് പോലെയല്ല. അത് വളരെ ഒരു നല്ല പിടുത്തമുള്ള ബലം നൽകുന്ന സന്ധിയാണ്. തോളിന് ചലനമുണ്ട്. ആ ചലനം നൽകിയപ്പോൾ അതിന് പരിക്കുകൾ ഉണ്ടാകാവുന്ന സാധ്യത കൂടുതലാണ്. തോളിന്റെ അവിടെയും ഒരു വാഷറിന് പരിക്ക് പറ്റാം, ലേബ്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന പരിക്കുകൾ. എന്തെല്ലാമാണ് ഡോക്ടർ നൂതന ചികിത്സാ മാർഗങ്ങൾ? ഇത്തരം പരിക്കുകൾ സംഭവിച്ചാൽ സർജറി എങ്ങനെയെല്ലാമാണ്? പഴയ കാലത്ത് വലിയ സർജന്മാർ വലിയ മുറിവുണ്ടാക്കി ശസ്ത്രക്രിയ ചെയ്തു. ഇന്ന് വലിയ മികച്ച സർജന്മാർ, ശസ്ത്രക്രിയാ വിദഗ്ധർ ഏറ്റവും ചെറിയ മുറിവിലൂടെ, അതായത് സുഷിരദ്വാര ഒരു അവലംബിച്ചുള്ള ശസ്ത്രക്രിയകൾ, കീഹോൾ സർജറിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുട്ടിൽ കീഹോൾ, നീ ജോയിന്റിൽ കീഹോൾ സർജറി ചെയ്യാം. ഷോൾഡർ ജോയിന്റിൽ, തോളിന്റെ സന്ധിയിൽ കീഹോൾ സർജറി ചെയ്യാം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇടുപ്പില് കീഹോൾ സർജറി ചെയ്യാം. പിന്നെ എൽബോ, കൈയുടെ മുട്ടുകളിൽ ചെയ്യാം. റിസ്റ്റ്, കൈക്കുഴയിലും ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സന്ധികളിലും കീഹോൾ, സുഷിരദ്വാര ശസ്ത്രക്രിയകളാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചികിത്സാ രീതി. കീഹോൾ സർജറിയെ പറ്റിയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. ഏതെല്ലാം സാഹചര്യത്തിലാണ് ഡോക്ടർ ഈ കീഹോൾ സർജറിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഏതാണ്? മുട്ടിന്റെ പരിക്കുകൾ, മുട്ടിനെ സാധാരണയായിട്ട് ഇപ്പം ഋഷഭ് പന്തിന് അദ്ദേഹത്തിന്റെ ബെൻസ് കാറിൽ മാതാവിനെ കണ്ടിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി, പക്ഷെ അദ്ദേഹത്തിന്റെ മുട്ടിന്റെ ആന്റീരിയർ ക്രൂഷിയേറ്റും പോസ്റ്റീരിയർ ക്രൂഷിയേറ്റും അത് അദ്ദേഹം ചികിത്സിക്കുകയും 6-7 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കളിയിലേക്ക് തിരിച്ചു വരികയും 1 വർഷമായപ്പോൾ പൂർണ്ണ തോതിൽ അദ്ദേഹം കളിയിലേക്ക് മടങ്ങിയത്. നീരജ് ചോപ്രയ്ക്ക് എറിയാൻ മേലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒരു ഡോക്ടർ ചികിത്സിച്ചതിന് ശേഷം അദ്ദേഹം പോയി നമുക്ക് ഒളിമ്പിക് ഗോൾഡ് മെഡൽ വാങ്ങിത്തന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും, സ്പോർട്സ് ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ പരിക്ക് പറ്റാം. സാധാരണ ജീവിത രീതിയിലുള്ളവർക്കും എല്ലാം ഇതുപോലെയുള്ള സമാനമായ പരിക്കുകൾ പറ്റാം. നീരജ് ചോപ്രയ്ക്ക് എൽബോയിലായിരുന്നു കുഴപ്പം. പൊതുവെ തോളിലും ഒക്കെയാണ് ഇങ്ങനത്തെ പരിക്കുകൾ വരുന്നത്. കുഴ തെറ്റുന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഈ റോഡ് അപകടങ്ങൾ, റോഡ് ട്രാഫിക് ആക്സിഡൻസ് വളരെ കൂടുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പരിക്കുകളുടെ തോത് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുന്നുണ്ട്, സ്പോർട്സ് കൂടാതെ തന്നെ. വ്യക്തമാണ് ഡോക്ടർ. കീഹോൾ സർജറിയുടെ പ്രോസസ്സുകൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ സർജറിക്ക് മുൻപും ശേഷവും തയ്യാറാക്കേണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് സർജറിക്ക് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത്? അത് സാധാരണഗതിയിൽ ഒരു OP ആയിട്ട് തന്നെ, അതായത് രോഗി രാവിലെ വന്നാൽ ശസ്ത്രക്രിയയായിട്ട് വൈകിട്ട് പോകുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ന് സർജറി ചെയ്താൽ നാളെ തീർച്ചയായിട്ടും പോകാം. അപ്പൊ വളരെ ചെറിയ മുറിവാണ്. അകത്ത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലും വളരെ ചെറിയ മുറിവായതുകൊണ്ട് ആശുപത്രിവാസം കഴിവതും ഒഴിവാക്കാൻ ഈ സുഷിരദ്വാര ശസ്ത്രക്രിയകൾ വഴി നമ്മളെ സഹായിക്കും. രോഗിക്ക് ചെലവ് കുറവാണ്, ആശുപത്രിയുടെ ചെലവ് കുറവാണ്. അപ്പൊ എല്ലാ വിധത്തിലും ഈ സുഷിരദ്വാര ശസ്ത്രക്രിയകള് വളരെ അധികം സഹായകരമായി മാറിയിട്ടുണ്ട്. അനസ്തീസിയ എല്ലാം പൊതുവെ സാധാരണ ചെയ്യുന്ന അനസ്തീസിയ തന്നെ. മുട്ടിനാണെങ്കിൽ നമ്മൾ എപ്പോഴും നടുവില് കുത്തി മരപ്പിച്ച്, റീജിയണൽ ബ്ലോക്കാണ്, ബോധം കെടുത്തിയുള്ള ശസ്ത്രക്രിയകൾ കുറവാണ്. രോഗിക്ക് സംഭവിക്കുന്ന എല്ലാം അവര് അതിനെപ്പറ്റി ബോധവാന്മാരാണ്. എന്താണ് ഡോക്ടർ ചെയ്യുന്നതെന്ന് TV സ്ക്രീനിൽ ഇവർക്കും കണ്ട്
ഇന്ന ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഷോൾഡറിന്റെ ശസ്ത്രക്രിയയാകുമ്പോൾ രണ്ട് വിധത്തിലാണ്. കിടത്തിയും ചികിത്സിക്കാം, ഇരുത്തിയും ചികിത്സിക്കാം. ബീച്ചിൽ ഇരിക്കുന്ന പോലെയുള്ള ഒരു സംവിധാനം, അതായത് ബീച്ച് ചെയർ പൊസിഷൻ. അപ്പൊ ഇരുന്നോണ്ട് ശസ്ത്രക്രിയ ചെയ്യാം. അതിന് പ്രായമുള്ളവരിൽ അത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, പക്ഷെ ചെറുപ്പക്കാരിൽ അത് വലിയ പ്രശ്നമില്ല. അപ്പം ബീച്ച് ചെയർ പൊസിഷനിൽ ഇരുന്ന് രോഗിക്ക് എന്താണ് സംഭവിക്കുന്നതെല്ലാം നേരിട്ട് കണ്ട്, എൻ്റെ തോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇന്ന കാര്യമാണ് പോയത്, ഡോക്ടർ ഇന്ന കാര്യമാണ് ചെയ്തതെന്നെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ശസ്ത്രക്രിയ ഒരുപക്ഷെ ആസ്വദിച്ചുകൊണ്ട് രോഗിക്ക് അതിന് വശംവദനാകാനുള്ള ഒരു സാഹചര്യം ഇപ്പം സംജാതമാണ്. വ്യക്തമാണ് ഡോക്ടർ. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, മധു കാഞ്ഞങ്ങാടാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടറെ, എനിക്ക് ഒരു 2-3 മാസം മുന്നേ എൻ്റെ കാൽപാദം, അതായത് വലത് കാൽപാദം നമ്മുടെ ബോഡി ഭാഗത്തേക്ക് തന്നെ ബെൻഡായിട്ട് ഒന്ന് ബെൻഡായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്കൊരു ഫൈബർ പ്ലാസ്റ്റർ ഒരു മാസം വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു മരവിപ്പ് പോലെ ഉണ്ട് കാലിന്. അപ്പൊ ഡോക്ടറോട് പറഞ്ഞു അത് ആ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 5-6 മാസം വരെ, ചിലപ്പോൾ 3 മാസം മുതൽ 6 മാസം വരെ പിടിച്ചേക്കാന്ന് പറയുന്നത്. പക്ഷെ മരവിപ്പുണ്ട്. ഞാനിനി തുടർന്ന് ഡോക്ടറെ കാണുന്നു അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യണോ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കൃത്യം പാദത്തിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. പാദം എന്ന് പറയുമ്പോൾ പാദത്തിന്റെ എവിടെയായിട്ടായി പരിക്ക്? പാദത്തിന്റെ നമ്മൾ ഏറ്റവും ചെറിയ വിരലില്ലേ, ആ വിരലിന്റെ ആ സൈഡിലായിട്ടാണ് ചെറിയൊരു അസ്ഥി ജോയിന്റിന്റെ അടുത്ത് മുറിഞ്ഞിട്ടുണ്ട്. വിരലിന്റെ സന്ധിയാണോ ഒടിഞ്ഞത്? വിരലിന്റെ വിരലിന്റെ സന്ധിയല്ല, വിരലിന്റെ ഭാഗത്തിലെ ആ പാദത്തിന്റെ സൈഡില് സന്ധി കുറെ എല്ലുണ്ടല്ലോ അവിടുന്ന്. അത് 5 എല്ലുണ്ട്. മെറ്റാടാർസൽ. അതിന്റെ സെൻട്രലിലെ എല്ലാണ്. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള എല്ലാണോ? നമ്മുടെ അകത്ത് ഭാഗത്ത് വലിയ എല്ലാണ്. ഒന്നാമത്തെ മെറ്റാടാർസൽ തൊട്ട് പുറത്തു ഭാഗത്ത് വരുമ്പോ 5-ാമത്തെ. അപ്പൊ നടുക്കെന്നാ പറഞ്ഞു. അപ്പം അത് സാധാരണ താങ്കൾ മരപ്പെന്ന് പറഞ്ഞു. മരപ്പെന്ന് പറഞ്ഞാൽ അവിടെ ഈ മെറ്റാടാർസലിന്റെ ഇടയ്ക്ക് ഡിജിറ്റൽ നെർവ് എന്ന് പറഞ്ഞൊരു ഞരമ്പുണ്ട്. അതിന് പരിക്ക് പറ്റാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഉള്ളത് നമുക്ക് മേളിലോട്ടാണെങ്കിൽ വേറെ ഞരമ്പുകളുണ്ട്. ഇപ്പം മരപ്പ് വരാനാണെങ്കിൽ ഞരമ്പിന് പരിക്ക് പറ്റാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് നീരെന്ന് പറയുന്നത് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് പറയും. അതായത് പത്തിയിലും വരാം, പക്ഷെ മെറ്റാടാർസൽ നീരില്ല. മരപ്പ് തൊട്ടാ മരച്ചിരിക്കുവാണോ? തൊട്ടാൽ മരച്ചിരിക്കും. നടക്കുമ്പോൾ നമ്മൾ കുത്തി വെക്കുമ്പോൾ കാലൊക്കെ നിൽക്കുമല്ലോ, കുത്തി വെക്കുന്ന സമയത്ത് ഒരു മരപ്പുണ്ട്. അതല്ല, മറ്റേ കാലുമായിട്ട് അപേക്ഷിച്ച് തൊടുമ്പം ഇവിടെ സ്പർശനം കുറവറിയുന്നതാണ് തൊലി മരച്ച് കിടക്കുക എന്നത്. മറ്റേത് താങ്കൾക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് താങ്കൾ പറഞ്ഞത്. ഫ്രാക്ചർ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് കുറെ കുഴപ്പങ്ങളുണ്ട്. അതായത് ഒത്തിരി വ്യാകുലപ്പെടുന്ന പ്രകൃതമുള്ളവർക്ക്, ഡയത്തറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നവർക്ക്, ഒടിവുണ്ടായാൽ വേദന വരുമ്പോൾ ഒരു സിമ്പതറ്റിക് ഞരമ്പിന്റെ പ്രവർത്തനം കൂടാം. അപ്പൊ അവിടെ ഒരു വിഷമ ത്രികോണം വരുന്നു. പേടിയുള്ള പ്രകൃതം, ഒടിവിന്റെ വേദന, ഞരമ്പിന്റെ. അപ്പൊ അവർക്ക് കുറച്ച് ദുഃഖവും പരാതിയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കുഴപ്പമാണ്. അതിന് വേദന കുറച്ച് നാൾ തുടരും. അത് ഈ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളുള്ള, അല്ലെങ്കിൽ മരപ്പെന്ന് പറയുന്ന ഞരമ്പിന്റെ വല്ലോ തകരാറുണ്ടോ എന്നുള്ളത്. അപ്പൊ അത് സാധ്യത കുറവാണ്. അപ്പം ഡിജിറ്റൽ നെർവിന്റെ തകരാറ് ഒരു വശത്തും കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം മറ്റേ വശത്തുമാണ്. ഡിജിറ്റൽ നെർവ് ആണെങ്കിൽ അതിനെ ഓപ്പറേഷൻ ചെയ്ത് തുന്നുന്ന ഒന്നും പൊതുവേ കുറവാണ്. അപ്പൊ ആ ഡിജിറ്റൽ നെർവിന്റെ പരിക്കുണ്ടോ എന്നുള്ള രോഗനിർണയം നടത്തണം. എന്നാൽ അത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞ ഞരമ്പിന്റെ പരിശോധനകൾ നടത്തിയാല്, ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ, പരിശോധനയിൽ സ്പർശനം കുറവുള്ളതായിട്ട് വരുന്നു, അപ്പം ഈ ഞരമ്പിന് തകരാറുണ്ട്. രണ്ടാമത്തേത് കൃത്യമായിട്ട് അറിയാൻ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, കുറെ ഇലക്ട്രോഡൊക്കെ വെച്ച് അത് ന്യൂറോ മെഡിസിൻകാരും അതുപോലെ തന്നെ ഫിസിക്കൽ മെഡിസിൻകാരും ഒക്കെ ചെയ്യുന്ന ലാബുകളിലും ലഭ്യമാണ്. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തിയാൽ കൃത്യമായിട്ട് ഞരമ്പിന് തകരാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. നോർമൽ ആണെങ്കിൽ മറ്റേ കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങൾ സംശയിക്കണം. തകരാറുണ്ടെങ്കിൽ ഞരമ്പിന് തകരാറുണ്ട്. MRIക്ക് മെറ്റാടാർസലിന് പൊട്ടുന്നതിന് MRIക്ക് പരിക്കല്ലേ, പരിക്കാണല്ലോ ഇത് അല്ലേ? പരിക്ക് പറ്റിയതാണല്ലോ അല്ലേ? പരിക്ക് പറ്റിയതാണ്, പക്ഷെ ഇഞ്ചുറി ഒന്നുമില്ല. അല്ലല്ല, പരിക്ക് പറ്റിയതാണല്ലോ. ഒരു
ഒരു ഒരു പരിക്കുണ്ടായിരുന്നല്ലോ അല്ലെ? ആ അത് പരിക്ക് എങ്ങനെയാണ് ഉള്ളിലുണ്ടായിരുന്നു, പരിക്ക് പുറത്തൊന്നുമില്ല, ഉള്ളിൽ അത് എങ്ങനെയാ പരിക്ക് പറ്റിയത്? അതിങ്ങനെ എങ്ങനെയാ? ഓടുന്ന സമയത്ത് നമ്മൾ തട്ടി. ഡെഫിനറ്റ്ലി. അപ്പൊ അത് നമ്മളൊരു ഫ്രാക്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതെ, ഉള്ളത് ഫ്രാക്ചറാണ്. ഈ അതെ. പൊട്ടലില്ലെങ്കിൽ ഈ മെറ്റാടാർസിന്റെ മേളിൽ മറ്റൊരു ലിഗമെന്റ് ഉണ്ട്, ലിസ്ഫ്രാങ്ക്. അതൊരു ലിഗമെന്റിന്റെ തകരാറാണ്. അതിന് MRIക്ക് റോളുണ്ട്. ലിസ്ഫ്രാങ്ക് ഇഞ്ചുറി എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കശേരുക്കളുടെ ഏറ്റവും മേളിൽ ഒരു ലിഗമെന്റ് പൊട്ടിപ്പോകുന്നതാണ്, പത്തിയിലാണ്. അതിന് MRIക്ക് ഒരു റോളുണ്ട്. അതല്ലാതെ മെറ്റാടാർസലിന്റെ പൊട്ടലുകൾക്ക് MRIക്ക് റോളില്ല. ഞാൻ മരപ്പെന്ന് പറയുന്നതിന് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിക്ക് റോളുണ്ട് കേട്ടോ. ശരി, താങ്ക്സ്. എന്നാ ശരി, ഓക്കെ ഓക്കെ. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ കീഹോൾ സർജറിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കീഹോൾ സർജറിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഈ സാഹചര്യങ്ങളിൽ പരിക്കേൽക്കുമ്പോൾ കീഹോൾ സർജറി ചെയ്തതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു രോഗിക്ക് ഉണ്ടാവുക എന്നെല്ലാം വിശദമായി പറയാമോ? ഞാൻ 41 വർഷമായി MBBS വന്നിട്ട്, 34 വർഷമായി അസ്ഥിരോഗ വിഭാഗത്തിൽ വന്നിട്ട്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം 90കളുടെ ആദ്യം എൻ്റെ പ്രൊഫസർ ACL പരിക്ക് പറ്റിയാൽ 1 വർഷം ചികിത്സിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴൊരു ACL വന്നാൽ, ഞാൻ നേരത്തെ OP ആയിട്ട് ചികിത്സിക്കുന്ന കാര്യം പറഞ്ഞു, രോഗി വരുന്നു, ഹൈ ഗ്രേഡ് ACL ഇഞ്ചുറി, അപ്പം സുവ്യക്തമായിട്ട് ACL ആൻറ്റിയർ ക്രൂഷ്യൽ ലിഗമെന്റ് പറഞ്ഞുപോയി. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് നമ്മളൊരു കീഹോൾ സർജറി ചെയ്താൽ പിറ്റേ ദിവസം പോകാം. കാല് കുത്തുന്നത് നമുക്ക് ഇപ്പോൾ ഞാനൊക്കെ ഒരു 2-3 ആഴ്ച വരെ കാത്തിരിക്കും. ചില ആളുകൾ ഉടൻ തന്നെ കുത്തുന്ന ചില ഡോക്ടർമാർ മാറിയിരിക്കും. പക്ഷേ ഈ രോഗിക്ക് പിറ്റേ ദിവസമോ ഓഫീസിൽ പോകാം. ഓഫീസിൽ പോകുന്ന രോഗിയാണെങ്കിൽ തൂക്കിയിടുമ്പോൾ നീര് വരുമോ എന്നുള്ളതേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ഒരു ക്രച്ചോ അല്ലെ വോക്കറോ വെച്ച് അടുത്ത ദിവസം തന്നെ പോകാം. സ്റ്റെപ്പ് കയറുന്ന കാര്യത്തിലാണ് ചെറിയ താമസം വരുന്നത്. പിള്ളേരൊക്കെ 3ാം നിലയിലൊക്കെ ആണെങ്കിൽ, പിള്ളേർ നല്ല കോളേജിൽ പഠിക്കുന്നവര്, കൊച്ചുകുട്ടികൾ വരുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്റ്റെപ്പ് കയറുന്നതിനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു ACL ഇഞ്ചുറി വേണ്ട, പണ്ട് 1 വർഷം കാത്തിരിക്കുന്നതിന് പകരം പിറ്റേ ദിവസമോ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ ഓഫീസുകളിലേക്കോ പോകുന്ന തരത്തില് ഒറ്റ ദിവസം കൊണ്ട് സർജറിയും ഉടൻ തന്നെ പോകുന്ന രീതി, എല്ലാം നന്നായിട്ട് പോയാൽ, പിന്നെ അണുബാധ പോലെയുള്ള വളരെ അസാധാരണമായിട്ട് മാത്രം കാണുന്ന എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ ഒരു ആളുകൾക്ക് അനുയോജ്യമായ ഒരു സന്തോഷകരമായ ഒരു ചികിത്സാ രീതിയായിട്ട് ശിശുദ്വാര ശസ്ത്രക്രിയകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് പ്രേമിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ പ്രേമ, പറഞ്ഞോളൂ, കേൾക്കാം. സർ, എന്റെ കാലിന്റെ 2 മുട്ടിനും തേമാനാണ്. ഇടത് കാലിന്റെ ഈ മുട്ടിന്റെ പുറകുന്ന് ഇടക്ക് നടക്കുമ്പോ കാലങ്ങ് തെറ്റിപ്പോവാ. അപ്പൊ ഞാൻ വീഴാൻ പോകുന്നു. അല്ലാണ്ട്. എത്ര വയസ്സായി? വയസ്സ് 61. അപ്പം ഈ പ്രശ്നമുള്ളത് ഈ സന്ധി, നമ്മൾ 60, പണ്ടാണ് 65 എന്ന് പറഞ്ഞാൽ വയസ്സായി എന്നുള്ളതാണ്. ഇപ്പൊ അത് ആളുകൾ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത് 75. 61 എന്ന് പറയുമ്പം ഇത് തേയ്മാനം തന്നെയാണ്. നമുക്ക് തേയ്മാനം എന്ന് പറയുന്നത് മുട്ടിന് 3 സ്ഥലമുണ്ട്. അകത്തെ വശം മീഡിയൽ, പുറത്തെ വശം ലാറ്ററൽ, പിന്നെ ചിരട്ടയുടെ അടിവശം. താങ്കളുടെ ഇത് കേട്ടിട്ട് താങ്കൾക്ക് ആർത്രൈറ്റിസ്, തേയ്മാനമാണ്. തേയ്മാനത്തിന്റെ പ്രശ്നം ഡോക്ടർമാരെ കാണിച്ചാൽ ഉടൻ തന്നെ മുട്ട് മാറ്റി വെക്കണം, ഇരുമ്പ് മുട്ട് വെക്കണമെന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ്. പ്രേമയുടെ മുട്ട് കുഴപ്പമായോ എന്നറിയാൻ ഏറ്റവും എളുപ്പം നിന്നുകൊണ്ടുള്ള എക്സ്റേ എടുത്താൽ തൊടയുടെ എല്ലിന്റെ അടിവശവും കാലിന്റെ എല്ലിന്റെ മേൽവശവും തമ്മിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാറായിട്ടില്ല. ഇത് തമ്മിൽ മുട്ടിയിരിക്കുകയാണെങ്കിൽ, മേളത്തെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ മുട്ടിയിരിക്കുകയാണെങ്കിൽ, മറ്റത് മുട്ടിയിരിക്കുകയാണെങ്കിൽ പ്രേമയ്ക്ക് തന്നെ മനസ്സിലാക്കാം ഓപ്പറേഷൻ ചെയ്യാറായി. അപ്പം ഇരുന്നുകൊണ്ടുള്ള എക്സ്റേ എടുത്താൽ നമുക്കത് കണ്ടുപിടിക്കാൻ മേല. സ്റ്റാൻഡിങ് നിന്നുകൊണ്ടുള്ള എക്സ്റേ എടുത്താൽ പ്രേമയ്ക്ക് മനസ്സിലാക്കും എന്റെ എല്ല് തമ്മിൽ മുട്ടി കാരണം അതിന്റെ ഇടയ്ക്ക് കാർട്ടിലേജ് ഒക്കെ ഉള്ളതാണ്. കാർട്ടിലേജ് എല്ലാം പോയി കഴിയുമ്പോൾ, അത് തേഞ്ഞു പോയി കഴിയുമ്പോഴേ എല്ല് തമ്മിൽ മുട്ടാൻ തുടങ്ങും.
അപ്പൊ പ്രേമ എക്സ്റേക്കകത്ത് ഇത് തമ്മിൽ മുട്ടിയാൽ പ്രേമയ്ക്ക് തന്നെ മനസ്സിലാകും എന്റെ മുട്ട് പോയി. പിന്നെ ജീവിത രീതിയെ ബാധിക്കുന്നു. ഇപ്പൊ പ്രേമയ്ക്ക് അമ്പലത്തിൽ പോകുന്ന ആൾ അമ്പലത്തിൽ പോകാൻ മേല, 2 നിലയുള്ള 1-ാം നിലയിൽ കയറാനേ മേല, എവിടെയെങ്കിലും ഇരുന്ന് പ്രേമയ്ക്ക് പിന്നെ എഴുന്നേറ്റാ നടക്കാൻ മേല. ആദ്യമൊക്കെ കുറച്ച് നടക്കുമ്പോ പ്രേമ മെച്ചപ്പെടും, കുറെ കഴിയുമ്പോൾ അപ്പൊ പ്രേമയുടെ ജീവിത രീതി അടുക്കളയിൽ പോയി നിൽക്കാൻ മേല, ഒരു കല്യാണത്തിന് പോകാൻ മേല, അല്ലെ കുട്ടികളുടെയോ സ്കൂളിൽ പോകാൻ മേല. അപ്പൊ ജീവിത രീതിയെ ബാധിച്ചാൽ ശസ്ത്രക്രിയ ഉപാധികൾ വേണ്ടി വരും. മറ്റു ചില ചികിത്സാ രീതികളുണ്ട്. മുട്ടിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയുണ്ട്. പഞ്ചസാരയുടെ അസുഖം ഇല്ലെങ്കിൽ സ്റ്റീറോയിഡ് മരുന്നുകൾ എടുക്കാം. പഞ്ചസാര ഉണ്ടെങ്കിൽ കൂടിയും ഹാൽയൂറോണിക് ആസിഡ്, പിന്നെ രക്തം ത്തിന്റെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജലം പോലെ ഇരിക്കുന്ന ഒരു PRP എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുകളൊക്കെ ഉണ്ട്. പിന്നെ മരുന്ന് അത് ഒത്തിരി കഴിക്കുന്നതുകൊണ്ട് വലിയ ഗുണമുള്ളതായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഞങ്ങളെ പോലെയുള്ള ആളുകൾ എപ്പോഴും ശസ്ത്രക്രിയയാണ് നമ്മളുടെ ഒരു ഉപാധിയായിട്ട് പറയുന്നത്. അപ്പം ഒന്നാമതേ തേഞ്ഞു പോയോ എന്നറിയണം. വളവുണ്ടോ, മുട്ടിന് വളവുണ്ടോ, അതോ അതായത് ചാളിന്റെ മുട്ട് പോലെയാകാം, മുട്ടുകൾ കൂട്ടിയിരിക്കുകയും ചെയ്യാം, അങ്ങനത്തെ വല്ല വളവുണ്ടോ? കാലിന്റെ മുട്ട് ഒരു കാലിന് കുറച്ച് വളവുണ്ട്. വളവുള്ളപ്പോഴേ നമ്മൾ കുഴപ്പമായിരുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഒരു എക്സ്റേ എടുത്തിട്ട് ഡോക്ടറോട് പറയുന്നു. ഡോക്ടർമാരെ കാണിച്ച് എക്സ്റേ എല്ലാം എടുത്ത് തേമാനാന്ന് പറയുന്നത്. മുട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞോ? ഒരു ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും എന്നാ പറഞ്ഞത്. അപ്പൊ ദൈവം തന്ന മുട്ട് മാറ്റി വെക്കുന്നതിനെ പറ്റി വളരെ ആലോചിച്ചിട്ട് ജീവിത രീതിയെ ബാധിക്കുന്നു എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ വലിയ ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കാം. പഞ്ചസാരയുടെ അസുഖം ഉണ്ടോ? ഷുഗർ? അപ്പം നല്ലതാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. അപ്പം നിവൃത്തിയില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ശസ്ത്രക്രിയ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക കേട്ടോ. ഓക്കെ. ഡോക്ടർ, കൈമുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും പരിക്കേൽക്കുകയാണെങ്കിൽ കീഹോൾ സർജറിയുടെ രീതികൾ എങ്ങനെയൊക്കെയാണ്, വിശദമാക്കി പറയാമോ? കൈമുട്ടുകൾക്കാണെങ്കിൽ ഒരു പ്രശ്നമുള്ളത്, കാൽമുട്ടുകൾക്കാണെങ്കിൽ നമ്മൾ ജപ്പാനിലെ വത്തനാബ എന്ന് പറയുന്ന ആള് 60കളുടെ അവസാനമൊക്കെ തന്നെ കണ്ടുപിടിച്ച ഒരു ശസ്ത്രക്രിയ രീതിയാണ്. 80കളായപ്പോൾ വളരെയധികം മുന്നോട്ട് പോയി. ഇപ്പൊ അത് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. കാൽമുട്ടും തോളും പ്രശ്നമില്ല. അത് 4 mm കൂടുതലുള്ള ഒരു ക്യാമറ വെച്ചാണ് അത് ചെയ്യുന്നത്. പക്ഷേ കൈയുടെ മുട്ടൊക്കെ വരുമ്പോൾ അതിന് വളരെ നേർത്ത സ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ കയ്യിലും നമ്മുടെ കൈക്കുഴയ്ക്കുള്ള കൈ തിരിക്കുമ്പോൾ പ്രശ്നം വരുന്നതിനും ഒക്കെ ഇപ്പം നമുക്ക് സുഷിരദ്വാര ശസ്ത്രക്രിയകളുണ്ട്. കൈയുടെ എൽബോയുടെ പ്രശ്നങ്ങൾക്കും ഒക്കെ ഇപ്പം പുതിയതായിട്ട് കീഹോൾ ശസ്ത്രക്രിയ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ജിഷ്ണു ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോ ജിഷ്ണു. നമസ്കാരം സാർ. സാർ, ഞാൻ 12-ാം തീയതി എനിക്ക് ACLന്റെ സർജറി കഴിഞ്ഞു. കഴിഞ്ഞതിന് മെനിസ്കസിനും പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ 22 ദിവസമായി. വലത് കാലിനാണ്, വലത് കാൽമുട്ടിന്. മെനിസ്കസിന് എന്തായിരുന്നു കുഴപ്പം? അതിന്റെ നടുക്കത്തെ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിന് അതേ ബക്കറ്റ് ഹാൻഡിൽ ടയർ ആണോ, ആന്റീരിയർ ഹോൺ പോസ്റ്റീരിയർ ഹോൺ ടയർ ആണോ, എന്ത് പരിക്കായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ടിയേഴ്സ് പൊട്ടിപ്പോയിട്ട് 3 ഉള്ളതിൽ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. മറ്റേ ഇതിലുണ്ടായി നടുക്കൂടെ പോകുന്ന. അത് മെനിസ്കസ്, മീഡിയൽ മെനിസ്കസ് ആണോ മീഡിയൽ മെനിസ്കസ് ആണെന്നാ പറഞ്ഞു അല്ലേ? മീഡിയം. അതെ അതെ അതെ. അതപ്പം റിപ്പയർ അത് റിപ്പയർ ചെയ്യാനേ കഴിയും. പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ 20 ദിവസമായി. അപ്പൊ സാറ് ഇപ്പൊ ഡോക്ടർ നോക്കിയ ഡോക്ടറും ഗവൺമെന്റിലെ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു ഇനി ഒരു 20 ദിവസം കഴിഞ്ഞിട്ട്, ഇനി ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അതെ, അതിനകത്ത് അതായത് ഈ ഡോക്ടർമാർ തമ്മിൽ വ്യത്യസ്തമുണ്ട്. 3 ആഴ്ചയൊക്കെ ശരാശരി ആളുകള് ഞാൻ ACLനാണ് കാല് കുത്തുന്ന കാര്യം പറഞ്ഞ്. കാല് കുത്തുന്നില്ല, ഓഫീസിൽ പോകുന്നത് വ്യത്യസ്തമാണ്. താങ്കൾ വോക്കറോ ക്രച്ചോ ഉപയോഗിച്ച് കാർ കയറി ഓഫീസിൽ പോകുന്ന ഒരു പ്രശ്നമില്ല. കാല് എപ്പോഴാണ് കുത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം.
പിന്നെ ഈ മെനിസ്കസ് എന്ന് പറയുന്ന ഒരു ചന്ദ്രക്കലയാണ്. ഈ ചന്ദ്രക്കലയുടെ പുറത്തു ഭാഗം എന്ന് പറഞ്ഞാൽ റെഡ് സോൺ, രക്തോട്ടം ഉള്ളതാണ്. നടുക്കെന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് സോൺ, അകവശം എന്ന് പറഞ്ഞാൽ വൈറ്റ് സോൺ. അപ്പൊ മെനിസ്കസിന്റെ കുഴപ്പം അതിന്റെ ഹീലിംഗ്, അത് മുറിവ് കത്തിക്കൂടുന്ന കാര്യം വൈറ്റ് സോണിൽ നടക്കത്തില്ല. റെഡ് സോണിൽ എപ്പോഴും അത് ഹീൽ ചെയ്യും. ഇപ്പൊ റെഡ് സോൺ ആണെങ്കിൽ നമ്മളത് മെനിസ്കൽ റിപ്പയർ ചെയ്യും. വൈറ്റ് സോൺ ആണെങ്കിൽ നമ്മളത് സബ് ടോട്ടൽ മെനിസ്കെക്ടമി, ആ നിർജീവമായ ഭാഗം കളയും. അവിടെ രക്തോട്ടം ഇല്ല. അവിടെ മുട്ടിനകത്തെ ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡിൽ നിന്ന് ആഗിരണം ചെയ്താണ് അതിന്റെ അതിന്റെ ശക്തി കിട്ടുന്നത്. അപ്പൊ അത് രക്തോട്ടം അത് മുറിഞ്ഞാൽ അത് ഹീൽ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ സബ് ടോട്ടൽ മെനിസ്കെക്ടമി ചെയ്തു, അല്ലെങ്കിൽ ആ ഫ്ലാപ്പ് ആയിട്ടുള്ള ഭാഗം എടുത്ത് കളഞ്ഞു. റിപ്പയറിംഗ് എന്ന് പറയുന്നത് ഈ ഓഫീസിൽ പോകണമെങ്കിൽ ഇപ്പൊ താങ്കൾക്ക് സ്കൂട്ടറൊക്കെ മറ്റേ കാല് കുത്തി സ്കൂട്ടറെ കയറിയിരിക്കാം, ഇടത് കാല് കുത്തി അവിടെ ചെന്നിട്ട് വോക്കറോ ക്രച്ചോ വെച്ച് ഓഫീസിലോട്ട് പോകാം. അപ്പൊ അതിന് പ്രോബ്ലം. ACL 3 ആഴ്ച ആകുമ്പോൾ എല്ലാവരും വെയിറ്റ് ബെയർ ചെയ്യും, ചിലരൊക്കെ ഒരാഴ്ച ആകുമ്പോഴേ വെയിറ്റ് ബെയർ ചെയ്യും. അത് ചില സർജന്മാരുടെ നേരത്തെ ചെയ്യും. പൊതുവെ ഒരു 2-3 ആഴ്ച വരെയൊക്കെ പൊതുവെ സർജന്മാര് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ മെനിസ്കസ് ഇത് 3 ആഴ്ച ആകുമ്പോൾ ഏകദേശം താങ്കൾക്ക് കാല് കുത്തും. ഇനി ആ ഡോക്ടർ അറിയാവുള്ളൂ താങ്കളുടെ മുട്ട എങ്ങനെയായിരുന്നെന്ന്. അതിന്റെ തരുണാസ്ഥയ്ക്ക് കാർട്ടിലേജിന് വല്ല തകരാറുണ്ടായിരുന്നു. അപ്പൊ ആ ഡോക്ടറല്ലേ അറിയാവുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനെ റിപ്പയർ ചെയ്തത് നല്ല വലിയ റിപ്പയർ ആണ്. ഗ്രാഫ്റ്റ് 8 mm 9 mm ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഗ്രാഫ്റ്റ് ആണ്. അപ്പൊ ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു 3 weeks ആകുമ്പോൾ താങ്കൾക്ക് പിന്നെ വ്യായാമം ചെയ്യണം. തൊടയുടെ മസിലൊക്കെ നന്നായിട്ടാകണം. ഞാനിപ്പോ ഓൾറെഡി നമുക്ക് ഒരു 90 ഡിഗ്രി വളയ്ക്കാൻ കഴിയുമല്ലോ. അപ്പൊ നല്ലതാണ്. അത് ചെയ്യുന്നുണ്ട്, 2-3 എക്സസൈസ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോപ്സ് എക്സസൈസും ചെയ്ത ഓഫീസിൽ പോകുന്നതിന് തകരാറുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എപ്പോഴും ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. TV-യിൽ ആരും എന്ന് പറഞ്ഞ് ചെയ്യണം എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വ്യായാമം അല്ലെങ്കിൽ ഈ കായികത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് കീഹോൾ സർജറിയിലൂടെ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുമോ? വളരെ കൃത്യതയോടെ ചെയ്താല് ഇപ്പം ടൈഗർ വുഡ്സ്, മഹേന്ദ്ര സിംഗ് ധോണി, അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നീരജ് ചോപ്ര, ഋഷഭ് പന്ത്, മിക്കവരുടെക്കും ഇഞ്ചുറി വരികയും അവരെല്ലാം തിരിച്ചു വരികയും. സച്ചിൻ തെണ്ടുൽക്കറിന് 2 അസുഖങ്ങൾ വന്നിട്ടുണ്ട്. 89 തൊട്ട് ഏകദേശം 2 പതിറ്റാണ്ടിലധികം പുള്ളിക്ക് നടുവിന് കണ്ണികൾ വിട്ട് കിടക്കുന്ന സ്പോണ്ടൈലോലിസ്തസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ടെന്നീസ് എൽബോ വന്നു. ഇടത് കൈക്ക് പുള്ളി ഈ മാത്യു ഹെയ്ഡനും കെവിൻ പീറ്റേഴ്സണും ഉപയോഗിക്കുന്ന വളരെ ഭാരമേറിയ ബാറ്റ് വെച്ച് പുള്ളിയുടെ പ്രതിരോധം തന്നെ ബൗണ്ടറിയാണ്. അപ്പം അദ്ദേഹത്തിന് ടെന്നീസ് എൽബോ വന്നു, കളിക്കാൻ പറ്റാതെ വന്നു. വളരെ മഹാനായ അനന്ത് ജോഷി എന്ന് പറയുന്ന BCCIയുടെ ഡോക്ടർ പുള്ളി കളിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു 10-12 വർഷം കൂടെ തെണ്ടുൽക്കർ തന്റെ അജയ്യമായ യാത്ര തുടർന്നു. അപ്പൊ അദ്ദേഹത്തിന് ആക്ച്വലി മസിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഒരു ചികിത്സ കഴിഞ്ഞ് പിന്നെ ഇവരുടെ മസില് തിരിച്ചു വരിക, റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി പരമപ്രധാനമാണ്. ഇവരെല്ലാവരും മസില് വളരെയധികം പൂർവ്വ തോതില് വ്യായാമം ചെയ്ത് ശക്തിപ്പെടുത്തി പഴയ തോതിലേക്ക് ഇവരെല്ലാം പോകും. പോസ്റ്റ് ഇഞ്ചുറി TC യോഹനാന് കുതിഞ്ഞരമ്പ് പൊട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കരിയറേ പോയി. ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം. കേരളത്തിന്റെ വലിയ പ്രതീക്ഷ നശിച്ചുപോയി. അദ്ദേഹത്തിനൊരു ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണെന്നും ഒക്കെ പറയപ്പെടുന്നു. ഇന്നത്തെ ആളുകളെല്ലാം പരിക്ക് പറ്റി പരിക്ക് അത് പൂർവ്വസ്ഥിതിയിലാക്കി മികച്ച രീതിയിൽ തിരിച്ചു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറുടെ സമയം ഇന്നിവിടെ തീരുകയാണ്. നമ്മളോടൊപ്പം ചേർന്നതിന് നന്ദി ഡോക്ടർ. സ്പോർട്സ് ഇഞ്ചുറിക്കുള്ള കീഹോൾ സർജറിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ TJ തോമസ് ആണ് ചേർന്നത്. നമസ്കാരം.